ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെട്ടിനാട് പൊട്ടറ്റോ കറിയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് മല്ലി, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്കായിട്ട് വരുമ്പോൾ ഗ്രൈൻഡറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം മറ്റൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 തക്കാളി മീഡിയം സൈസ് കട്ട് ചെയ്തത് ചേർത്ത് ഒരു 5 മിനിറ്റ് കുക്കാവാനായിട്ട് വെക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 4 മീഡിയം സൈസ് പൊട്ടറ്റോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മറ്റൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, കടുക്, ഉഴുന്ന്, ഉണക്കമുളക്, വേപ്പില എന്നിവ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.